Hi, my dear children. I am Rahul, your English teacher. I hope that all of you are doing well at home and all of you are studying well at home. So, today in this class, we are going to learn the second chapter in your third unit, that is the Rightful Inheritors of the Earth, written by Waikem Muhammad Bashir. Waikem Muhammad Bashir is very familiar writer to all of us. So, first of all, we can have a look at some details of Waikem Muhammad Bashir. His profile is given on page number 84. So all of you take page number 84 and listen to his profile. Waikem Muhammad Bashir, 1908-94, was a Malayalam fiction writer. He was a humanist, freedom fighter, novelist and a short story writer. He was noted for his down-to-earth style of writing that made him equally popular among literary critics as well as the common man. This extract is taken from the translation of the story Bhumiyude Avakashigal. He was awarded the Padma Shri in 1982. He is fondly known as Beppu Sultan. So Waikem Muhammad Bashir is known as Beppu Sultan. Okay, we all know that. So dear children, our chapter The Rightful Inheritors of the Earth was taken from the translation of his story Bhumiyude Avakashigal. So അദ്ദേഹത്തിൻ്റെ സ്റ്റോറിയായ ഭൂമിയുടെ അവകാശികൾ എന്ന സ്റ്റോറിയുടെ ട്രാൻസ്ലേഷൻ തർജിമയിൽ നിന്നെടുത്ത ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത് ദ റൈറ്റ്ഫുൾ ഇൻഹെറിറ്റേഴ്സ് ഓഫ് ദ എർത്ത് എന്ന ചാപ്റ്റർ. സോ നൗ ഓൾ ഓഫ് യു ടേക്ക് പേജ് നമ്പർ 80 ആൻഡ് ലുക്ക് അറ്റ് ദ സെൻറ്റൻസസ് ഗിവൺ ഓൺ ദ ടോപ്പ് ഓഫ് ദ പേജ്. ആ പേജിൽ ഏറ്റവും മുകളിലായിട്ട് കൊടുത്തിരിക്കുന്ന കുറച്ച് സെൻറ്റൻസസ് നമുക്കൊന്ന് വായിച്ചു നോക്കാം. ശ്രദ്ധിക്കുക. എവ്രി വൺ ഈസ് ടാലൻറ്റഡ് ആൻഡ് ഹാസ് സംതിങ് ടു കോൺട്രിബ്യൂട്ട് ടു ദ സൊസൈറ്റി. മാൻ ഈസ് always in the company of animals, birds, insects, and often shares his thoughts, concerns, doubts, and frustrations with them. Let's read and enjoy a short story by Waikem Muhammad Bashir. What it says, everyone has their own talents and they contribute something to the society according to their talents. എല്ലാവർക്കും ഓരോ കഴിവുകളുണ്ട്, ടാലൻസ് ഉണ്ട്. ഓരോരുത്തരും അവരവരുടെ കഴിവിനനുസരിച്ച് ഈ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ഈ സമൂഹത്തിൽ ഓരോന്ന് ചെയ്യാറുമുണ്ട് അല്ലെങ്കിൽ ചെയ്യാനുമുണ്ട് അവർക്ക്. എല്ലാവരുടെയും ഒരുമിച്ചുള്ളൊരു പ്രവർത്തനമാണ് അത് നമ്മെ നിലനിർത്തുന്നത്. ആൻഡ് മാൻ ഈസ് ഓൾവേസ് ഇൻ ദ കമ്പനി ഓഫ് അനിമൽസ്, ബേർഡ്സ്, ഇൻസെക്ട്സ് ആൻഡ് ഓഫൺ ഷെയർസ് ഹിസ് തോട്ട്സ്, കൺസേൺസ്, ഡൗട്ട്സ് ആൻഡ് ഫ്രസ്ട്രേഷൻസ് വിത്ത് ദം. That means we always converse with the animals, birds and insects, etc. And we also used to share our thoughts, concerns and doubts with them. നാം ചിലപ്പോഴൊക്കെ ഈ ബേർഡ്സിനോടും മറ്റ് ജീവജാലങ്ങളോടൊക്കെ സംസാരിക്കാറുണ്ടല്ലേ. നമ്മുടെ വീട്ടിലുള്ള പെറ്റ്സിനോടൊക്കെ നമ്മൾ ചിലപ്പോൾ സംസാരിക്കാറുണ്ട്. സോ ഓൾ ദീസ് ബീയിങ്സ് ആർ അവർ ഫ്രണ്ട്സ്. ഇവയെല്ലാം നമ്മുടെ കൂട്ടുകാരാണ്. പൂക്കളും ചെടികളും പക്ഷികളും മൃഗങ്ങളും പൂമ്പാറ്റകളും, ഓൾ ദീസ് ആർ അവർ ഫ്രണ്ട്സ്. ഇവയെല്ലാം നമ്മുടെ കൂട്ടുകാരാണ്. അവർ എർത്ത് വിൽ ബി ബ്യൂട്ടിഫുൾ when all these lives together. ഇവരെല്ലാവരും കൂടി ഒരുമിച്ചുള്ളപ്പോഴാണ് നമ്മുടെ ഭൂമി മനോഹരമാകുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് റീഡ് ആൻഡ് എൻജോയ് എ ഷോർട്ട് സ്റ്റോറി ബൈ വൈക്കം മുഹമ്മദ് ബഷീർ. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു ഷോർട്ട് സ്റ്റോറി നമുക്ക് വായിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഹിയർ വി ഹാവ് ആൻ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി റിട്ടൺ ബൈ വൈക്കം മുഹമ്മദ് ബഷീർ ഇൻ വിച്ച് ഹി ഈസ് ട്രൈയിങ് ടു മേക്ക് ഹിസ് വൈഫ് അണ്ടർസ്റ്റാൻഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് സച്ച് ക്രീച്ചേഴ്സ് ഇൻ ദ വേൾഡ്. ലോകത്തെ ഇതുപോലുള്ള ജീവികളെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഇതേപോലുള്ള ജീവികളുടെ ഇമ്പോർട്ടൻസ്, പ്രാധാന്യത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് പറയുന്നതാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പം ശ്രദ്ധിച്ചിരിക്കുക എല്ലാവരും. ദ റൈറ്റ്ഫുൾ ഇൻഹെറിറ്റേഴ്സ് ഓഫ് ദ എർത്ത്. വാട്ട് യു മീൻ ബൈ ഇൻഹെറിറ്റേഴ്സ്? ചെക്ക് ദാറ്റ് മീനിങ് ഇൻ യുവർ ഗ്ലോസറി ഗിവൺ ഓൺ പേജ് നമ്പർ 95. Yeah, inheritor means a person who receives money and property from his or her ancestors. ഒരാളുടെ പൂർവികരിൽ നിന്നും അദ്ദേഹത്തിന് ലഭിക്കുന്ന പണമോ അല്ലെങ്കിൽ വസ്തുവകകളോ ഒക്കെ കൊണ്ട് അദ്ദേഹം ഒരു അവകാശിയായി മാറും അല്ലെങ്കിൽ ഓണറായി മാറും. അപ്പം അവകാശി എന്നുള്ള മീനിങ് ആണ് ഇൻഹെറിറ്റർ കൊണ്ട് ഉദ്ദേശമാക്കുന്നത്. സോ ഭൂമിയുടെ റൈറ്റ്ഫുൾ ഇൻഹെറിറ്റേഴ്സ്, അതായത് ഭൂമിയുടെ ശരിയായ അല്ലെങ്കിൽ യഥാർത്ഥ അവകാശികൾ എന്നുള്ളതാണ് നമ്മുടെ ടൈറ്റിൽ പറയുന്നത്. So listen to the first paragraph on page number 80. When I became the owner of a tiny little piece of this wide earth, I felt very happy. It was a 2-acre plot with coconut palms and an old house where we could live. So why Bashir was so happy?
എന്തുകൊണ്ടാണ് ബഷീർ നല്ല സന്തോഷവാനായിരിക്കുന്നത്? യെസ്, ഹി ബോട്ട് സം ലാൻഡ് ഓഫ് ഹിസ് ഓൺ. അദ്ദേഹം സ്വന്തമായി കുറച്ച് ഭൂമി വാങ്ങി. ഈ വിശാലമായ ഭൂമിയിൽ അല്ലെങ്കിൽ ഈ വൈഡായ എർത്തിൽ ഞാനൊരു ചെറിയ തുണ്ട് ഭൂമിയുടെ അവകാശിയായി അല്ലെങ്കിൽ ഉടമസ്ഥനായപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നിയെന്നാണ് ബഷീർ പറയുന്നത്. അദ്ദേഹം സ്വന്തമായിട്ട് കുറച്ച് സ്ഥലം വാങ്ങി. 2 ഏക്കർ ഭൂമിയാണ് അദ്ദേഹം വാങ്ങിയിരിക്കുന്നത്. സോ വാട്ട് ഹി സെയ്സ് അബൌട്ട് ദ ലാൻഡ് ദാറ്റ് ഹി ബോട്ട്. എന്താ അദ്ദേഹം വാങ്ങിയ ഭൂമിയെക്കുറിച്ച് എന്താണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്? യെസ്, ഇറ്റ് വാസ് എ 2 ഏക്കർ പ്ലോട്ട് വിത്ത് കോക്കനട്ട് പാംസ് ആൻഡ് ആൻ ഓൾഡ് ഹൗസ്. ഒരുപാട് തെങ്ങ് നിറഞ്ഞ ഒരു പറമ്പും അതിൽ താമസിക്കാൻ ഒരു പഴയ വീടുമായിരുന്നു അദ്ദേഹം വാങ്ങിയ ഭൂമിയിൽ ഉണ്ടായിരുന്നത്. Those were the days when the price of coconuts was going up and I was in high spirits at the thought of the palms laden with coconuts. What he says, yes, at that time the price of coconuts was high. തേങ്ങയ്ക്ക് നല്ല വില കിട്ടുന്ന സമയമായിരുന്നു അന്ന്. And he was very happy when he thought of the heavily loaded coconuts in the palms. തേങ്ങകൾ നിറഞ്ഞ് ഭാരം തൂങ്ങി നിൽക്കുന്ന തെങ്ങുകളെക്കുറിച്ച് ഓർത്തപ്പോൾ അദ്ദേഹത്തിന് വലിയ ഉത്സാഹം തോന്നി, സന്തോഷം തോന്നി. പണം ഒരുപാട് കിട്ടുമല്ലോ എന്ന സന്തോഷം അദ്ദേഹത്തിന് തോന്നി. What do you mean by laden? Yeah, its meaning is given on page number 95 in your glossary. Check it out. Heavily loaded with, നിറഞ്ഞു നിൽക്കുന്ന, എന്നാണ് അതിൻ്റെ മീനിങ്. But then came the trespassers. But everything was beyond his thought. പക്ഷെ അദ്ദേഹം വിചാരിച്ച പോലെ ആയിരുന്നില്ല കാര്യങ്ങൾ. Trespassers വന്നു. What do you mean by trespassers? Look at your glossary on page number 96. Trespassers means a person who enters others' land or property without permission. അനുവാദമില്ലാതെ മറ്റൊരാളുടെ പ്രോപ്പർട്ടിയിലേക്ക് അല്ലെങ്കിൽ പറമ്പിലേക്ക് കടന്നു കയറുന്നയാൾ, അതിക്രമിച്ച് കയറുന്നയാൾ, കയ്യേറ്റക്കാരൻ എന്നൊക്കെയാണ് ട്രെസ്പാസറിൻ്റെ മീനിങ്. ഓക്കെ, സോ ഹൂ were the trespassers here and what did they do? Okay, we can read it. They did not care about the fence we had put up at the boundary. Moreover, they did not seem to be at all afraid of my watchdog Shan. We know that our land is usually parted by using a fence or a wall. അല്ലേ, നമ്മുടെ വസ്തുക്കൾ നമ്മൾ എന്ത് ചെയ്യും? മതിലോ വേലിയോ ഒക്കെ കൊണ്ട് നമ്മൾ അതിർത്തി തിരിച്ചിട്ടുണ്ടാകും അല്ലേ. സോ ബൗണ്ടറി മീൻസ് അതിർത്തി. So here Bashir says that these trespassers has not given any care to the fence that they laid. അതിർത്തി തിരിക്കാനായി കെട്ടിയിരുന്ന വേലിയൊന്നും ഈ കടന്നുകയറ്റക്കാർക്കൊരു പ്രശ്നമേ അല്ലായിരുന്നു. മാത്രമല്ല അവരുടെ വാച്ച് ഡോഗ്, കാവൽ നായയായ ഷാൻ, കാവൽ നായയായ ഷാനെയും ഈ ട്രെസ്പാസേഴ്സിന് പേടിയില്ലായിരുന്നു. സോ ഷാൻ ഈസ് എ നെയിം ഓഫ് ദെയർ വാച്ച് ഡോഗ്. അവരുടെ കാവൽ നായയുടെ പേരായിരുന്നു എന്ത്? ഷാൻ എന്നുള്ളത്. They did not seem to care for anyone in the world, not even the government. So Bashir says that the trespassers are not afraid of anything in the world, even the government. അവർക്ക് ഈ ലോകത്ത് ഒന്നിനെയും പേടിയില്ല, ആരെയും പേടിയില്ലെന്ന് തോന്നുന്നു, ഗവൺമെൻറ്റിനെ പോലും പേടിയില്ലെന്ന് തോന്നുന്നു എന്നാണ് ബഷീർ പറയുന്നത്. The first arrivals were birds and butterflies, a wide variety of birds and so many butterflies. So now Bashir is explaining about the trespassers. അവിടേക്ക് വന്ന ട്രെസ്പാസേഴ്സ് ആരൊക്കെയാണെന്നാണ് ബഷീർ പറയുന്നത്. സോ ആദ്യമായി വന്ന ട്രെസ്പാസേഴ്സ് പക്ഷികളും ചിത്രശലഭങ്ങളുമായിരുന്നു. പല വെറൈറ്റിയിലുള്ള അല്ലെങ്കിൽ പല തരത്തിലുള്ള പക്ഷികളും ചിത്രശലഭങ്ങളുമാണ് അവിടേക്ക് വന്നത്. Perched on the boughs, the birds chirped on and on. The butterflies fluttered around in the courtyard, flashing their colors in the sunlight. So പക്ഷികൾ എന്താണ് ചെയ്തത്? അവ മരക്കൊമ്പുകളിൽ ചേക്കേറിക്കൊണ്ട് അവ ഇടയ്ക്കിടയ്ക്ക് ചിലച്ചിങ്ങനെ ശല്യമുണ്ടാക്കിക്കൊണ്ടിരുന്നു. ആൻഡ് വാട്ട് ദ ബട്ടർഫ്ലൈസ് ഡിഡ്? ബട്ടർഫ്ലൈസ് എന്താണ് ചെയ്തത്? ചിത്രശലഭങ്ങൾ അവയുടെ നിറങ്ങളെല്ലാം മിന്നിച്ചുകൊണ്ട് മുറ്റത്തിങ്ങനെ പാറിക്കളിച്ചു നടന്നു. സോ വി റെഡ് സം ന്യൂ വേർഡ്സ് ദെയർ. ഓക്കെ, ആൻഡ് ദ മീനിങ് ഓഫ് ഓൾ ദീസ് വേർഡ്സ് ആർ ഗിവൺ ഇൻ യുവർ ഗ്ലോസറി. നിങ്ങളുടെ ഗ്ലോസറിയിലുണ്ട് ആ വേർഡ്സിൻ്റെ മീനിങ്സ് എല്ലാം. സോ ഫസ്റ്റ് വേർഡ് എന്തായിരുന്നു? ഫ്ലട്ടർ. ഓക്കെ, വാട്ട് യു മീൻ ബൈ ഫ്ലട്ടർ? To move lightly and quickly with wings. ചിറകടിച്ചു വരിക അല്ലെങ്കിൽ ചിറകടിക്കുക, അതിനാണ് ഫ്ലട്ടർ എന്ന് പറയുക. പേർഷ്ഡ്, എന്താണ് പേർഷ്ഡ്? ടു ലാൻഡ് ആൻഡ് സ്റ്റേ ഓൺ ദ ബ്രാഞ്ച് ഓഫ് എ ട്രീ. ഒരു ട്രീയുടെ, മരത്തിൻ്റെ ബ്രാഞ്ചിൽ വന്നിരിക്കുക, അതിനെയാണ് പെർച്ച് ചെയ്യുക എന്ന് പറയുന്നത്. ദെൻ ബൗസ്. ബൗസ് മീൻസ് എ ലാർജ് ബ്രാഞ്ച് ഓഫ് എ ട്രീ. സിംപ്ലി ബ്രാഞ്ചസിനെയാണ്, ശിഖരത്തിനെയാണ് ബൗസ് എന്ന് പറയുക. ചിർപ്ഡ്. ചിർപ്ഡ് മീൻസ് ടു മേക്ക് എ ഷോർട്ട് ഷാർപ്പ് cheerful sound as of small birds. അതായത് ചെറിയ പക്ഷികൾ ചിലയ്ക്കുന്ന ശബ്ദം, അതിനാണ് chirped എന്ന് പറയുക. chirping sound of bird എന്ന് പറയുന്നത്. ഓക്കെ, then came the crows.
Their raucous cawing was unbearable than the racket of other birds. Cawing means the sound of crows. കാക്കകൾ കരയുന്ന ശബ്ദത്തിനെയാണ് കൗവിങ് എന്ന് പറയുക. സോ ഹൗ വാസ് ദ കൗവിങ് ഓഫ് ക്രോസ്? എങ്ങനെയായിരുന്നു? ഇറ്റ് വാസ് റൗക്കസ് മീൻസ് എന്താണ്? ലൗഡ് ആൻഡ് റഫ് സൗണ്ട് മീൻസ് പരുക്കനായ ശബ്ദമായിരുന്നു. വെരി വെരി ഹാഷ് സൗണ്ട്. ആൻഡ് ഇറ്റ് വാസ് അൺബിയറബിൾ സഹിക്കാൻ പറ്റാത്തതായിരുന്നു. ദാൻ ദ റാക്കറ്റ് ഓഫ് അതർ ബേർഡ്സ്, അതായത് പക്ഷികളുടെ ബഹളത്തേക്കാൾ അസഹ്യമായിരുന്നു കാക്കകളുടെ റൗക്കസ് ആയിട്ടുള്ള കൗവിങ്. റാക്കറ്റ് മീൻസ് എന്തായിരുന്നു? ലൗഡ് ആൻഡ് അൺപ്ലസൻറ്റ് നോയ്സ്, അവരുടെ ബഹളം, അതിനെയാണ് റാക്കറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ബട്ട് ദ worst was that they missed no chance to swoop down on our hens and chicks. What do you mean by swoop? Check your glossary, which means to fly quickly and suddenly downwards, mainly to attack. അതായത് ഇരയെ ആക്രമിക്കുന്നതിനായി താഴേക്ക് കുതിക്കുന്നതിനെയാണ് സൂപ്പ് എന്ന് പറയുക. റാഞ്ചുക എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. സോ അപ്പോൾ കാക്കകളെ കൊണ്ടുള്ള മറ്റൊരു ശല്യം എന്തായിരുന്നു എന്നാണ് പറയുന്നത്? അവ കോഴിക്കുഞ്ഞുങ്ങളെ റാഞ്ചിക്കൊണ്ട് പോകുമായിരുന്നു. Now listen. Next to arrive were the hawks, birds that perched on our coconut palms. However, while they sat in higher planes, their aims were just as low down in the dust. The hawks and the crows had the same agenda while they watched and waited. Now look at the next trespassers. പിന്നീട് വന്ന ട്രെസ്പാസർ ആരായിരുന്നു? പിന്നീട് വന്ന കയ്യേറ്റക്കാരൻ ഹോക്സ് ആയിരുന്നു. ഓക്കെ, പരുന്തുകളായിരുന്നു. അവർ ഉയരത്തിൽ വന്നിരിക്കും അല്ലേ? ദാറ്റ്സ് ഓൺ ദ ടോപ്പ് ഓഫ് ദ കോക്കനട്ട് പാംസ്. ആൻഡ് അവരുടെ ലക്ഷ്യം എന്തായിരുന്നു? താഴെ മണ്ണിലേക്കായിരുന്നു അല്ലേ? താഴെ നിൽക്കുന്ന കോഴിക്കുഞ്ഞുങ്ങളെ ആയിരുന്നു അവരുടെ ലക്ഷ്യം. ദ ഹോക്സ് ആൻഡ് ദ ക്രോസ് ഹാഡ് ദ സെയിം അജണ്ട വൈൽ ദേ വാച്ച്ഡ് ആൻഡ് വെയിറ്റഡ്. ഈ കാക്കകൾക്കും പരുന്തുകൾക്കും ഒരേ അജണ്ടയായിരുന്നു, ഒരേ ഉദ്ദേശമായിരുന്നു, അല്ലെ ഒരേ ലക്ഷ്യമായിരുന്നു ഉണ്ടായിരുന്നത്. എന്തായിരുന്നു? ഈ കോഴിക്കുഞ്ഞുങ്ങളെയും മറ്റും റാഞ്ചിക്കൊണ്ട് പോവുക എന്നൊരു ലക്ഷ്യം മാത്രമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. They sits on the heights of the coconut trees and waits for a chance to swoop the chicks and hens. അല്ലേ? അവരെപ്പോഴും ഈ കോക്കനട്ട് പാംസിൻ്റെ മുകളിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും. എപ്പോഴെങ്കിലും അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഈ കോഴിക്കുഞ്ഞുങ്ങളെ റാഞ്ചിക്കൊണ്ട് പോകാനായിട്ടായിരുന്നു അവർ ശ്രമിച്ചിരുന്നത്. Nor were they alone. There were mongooses in the bamboo thicket and there were foxes in the shrubs close by, ready to pounce on the hens. പരുന്തുകൾ മാത്രമല്ലായിരുന്നു കോഴിയുടെ ശത്രുക്കൾ. There were mongooses also. What is mongoose? We had studied it in the first chapter, is it? അതെ, കീരികൾ അല്ലേ? കീരികൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. They were in the bamboo thickets. അവ മുളങ്കാടുകളിലായിരുന്നു ഒളിച്ചിരുന്നത്. അതുപോലെ കുറുക്കന്മാർ, ഫോക്സസും ഉണ്ടായിരുന്നു. അടുത്തുള്ള കുറ്റിക്കാടുകളിലായിരുന്നു അവ ഉണ്ടായിരുന്നത്. ഇവ കോഴികൾക്ക് മേൽ ചാടി വീഴാൻ തക്ക നോക്കിയിരിക്കുകയായിരുന്നു. വാട്ട് യു മീൻ ബൈ പൗണ്ട്സ്? To move suddenly forward in order to attack or catch something. എന്തിനെങ്കിലും അറ്റാക്ക് ചെയ്യാനായി, ഉപദ്രവിക്കാനായിട്ട്, ആക്രമിക്കാനായിട്ട് ചാടി വീഴുക, അതിനാണ് പൗണ്ട്സ് എന്ന് പറയുക. ഓക്കെ, then there were rats. Rats of course were found everywhere. പിന്നെയുള്ളത് എലികളായിരുന്നു. അവ പിന്നെ എല്ലായിടത്തും ഉണ്ടല്ലോ എന്നാണ് പറയുന്നത്. Even as I wondered what right all these creatures had to be on my land, there arrived a fierce creature without paws or wings, a cobra. എന്താ പറയുന്നത്? ഞാൻ അത്ഭുതപ്പെട്ടു പോയി. എന്താണ് ഈ ജീവികൾക്ക്, ഈ ക്രീച്ചേഴ്സിനൊക്കെ എൻ്റെ മണ്ണിൽ കാര്യം? അങ്ങനെ ഇരിക്കുമ്പോൾ there comes a fierce creature, ഒരു ഭയങ്കരനായ അല്ലെങ്കിൽ ഫീസായ ക്രൂരനായ ഒരു ജീവി അതാ വരുന്നു. without paws or wings, അതിന് നഖങ്ങളോ ചിറകുകളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇറ്റ് വാസ് എ കോബ്ര, അതൊരു മൂർഖൻ പാമ്പായിരുന്നു. ഇറ്റ് സ്റ്റുഡ് ബിഫോർ മീ, dignified, majestic, its hood spread out. How did the cobra stand before the other? Yes, with dignity he stood before the other, with proudness, അന്തസ്സോടെ, അഭിമാനത്തോടെ, ആൻഡ് മജസ്റ്റിക്, ഒരു രാജാവിനെ പോലെ പ്രൗഢയോടെ ആ ഒരു കോബ്ര നമ്മുടെ റൈറ്റർ ബഷീറിൻ്റെ മുന്നിൽ നിന്നു. It hissed as if asking me what business I had on this land. Didn't it know that I was the new owner? ഈ സ്ഥലത്ത് നിനക്കെന്താ കാര്യം എന്ന് ചോദിക്കുന്നത് പോലെ അത് ബഷീറിന് നേരെ ചീറ്റി. ഹിസ്ഡ് മീൻസ് സൗണ്ട് ഓഫ് സ്നേക്സ്. പാമ്പുകൾ ചീറ്റുന്ന ശബ്ദത്തിനെയാണ് ഹിസിങ് സൗണ്ട് എന്ന് പറയുക. സോ ബഷീർ സൈസ് ദാറ്റ് ഞാനാണ് ഇവിടുത്തെ പുതിയ ഓണർ അല്ലെങ്കിൽ അവകാശി എന്ന് അതിനറിയില്ലേ എന്ന് ചോദിക്കുകയാണ്. Now listen, you had better leave my 2-acre land at once, I said. But then where could it go?
hadn't the whole earth been taken over by man bit by bit? അപ്പം ബഷീർ ചോദിക്കുകയാണ്, എൻ്റെ ഈ 2 ഏക്കർ പറമ്പ് വേഗം തന്നെ അല്ലെങ്കിൽ ഇവിടുന്ന് പെട്ടെന്ന് തന്നെ വിട്ടു പോകുന്നതാണ് നിനക്ക് നല്ലത്. അറ്റ് വൺസ് ഇറ്റ്സ് എ ഫ്രേസ് വിച്ച് മീൻസ് സഡൻലി, പെട്ടെന്ന്. ഓക്കെ, അറ്റ് വൺസ് എന്ന് വെച്ചാൽ പെട്ടെന്ന് എന്നാണ് അർത്ഥം. ബട്ട് ദെൻ വെയർ കുഡ് ഇറ്റ് ഗോ? പക്ഷേ അപ്പോൾ അത് എവിടെ പോകും? ഈ ഭൂമി മുഴുവൻ ബിറ്റായി അല്ലെങ്കിൽ ചെറിയ ചെറിയ തുണ്ടുകളായിട്ട് മനുഷ്യൻ കൈവശപ്പെടുത്തി വെച്ചിരിക്കുകയല്ലേ എന്ന് ബഷീർ ചോദിക്കുകയാണ്. സോ എർത്ത് ഈസ് ദ പ്ലേസ് ഫോർ നോട്ട് ഓൺലി ഫോർ മാൻ ബട്ട് ഓൾസോ ഫോർ ഓൾ ദ ക്രീച്ചർ ഇൻ ദ വേൾഡ്. ഈ ഭൂമി എന്ന് പറയുന്നത് മനുഷ്യർക്ക് വേണ്ടി മാത്രമുള്ളതല്ല, ലോകത്തുള്ള എല്ലാ ജീവികൾക്കും വേണ്ടിയിട്ടുള്ളതാണ് എന്നാണ് ബഷീർ പറയുന്നത്. My wife said the jackfruit has ripened. Squirrels and crows are feasting on it. The guavas and mangoes, birds and bats are eating up everything. So Bashir's wife is saying that the jackfruits was ripened. ചക്കയൊക്കെ പഴുത്തിട്ടുണ്ട്. അണ്ണാന്മാരും കാക്കകളും ഒക്കെ അവർക്കൊക്കെ വലിയ സദ്യ തന്നെയാണ്, ഫീസ്റ്റ് തന്നെയാണ്. പേരക്കയും മാങ്ങയും എല്ലാ പക്ഷികളും ഈ ബാറ്റ്സുകളും എല്ലാം കൂടി തിന്നു തീർക്കുന്നുണ്ട്. ഈ പേരക്കയും മാങ്ങയൊക്കെ എല്ലാ പക്ഷികളും വന്നിട്ട് അല്ലെങ്കിൽ വവ്വാലുകളും ബാറ്റ്സും ഒക്കെ വന്നിട്ട് തിന്നു തീർക്കുകയാണ്. ബട്ട് ദാറ്റ്സ് ദ ബ്യൂട്ടി ഓഫ് ഇറ്റ്, ഐ റിപ്ലൈഡ്. ഞാൻ മറുപടി പറഞ്ഞു, അതാണ് അതിൻ്റെ സൗന്ദര്യമെന്ന് ബഷീർ മറുപടി പറഞ്ഞു. God has created variety of things in this universe. Fruits, edible roots, grass, grain, flowers, water, air, warmth and light. ദൈവം ഈ ഭൂമിയിൽ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ, ഈ യൂണിവേഴ്സിൽ പലതും സൃഷ്ടിച്ചിട്ടുണ്ട്, ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്രൂട്ട്സ്, പഴങ്ങൾ, എഡിബിൾ റൂട്ട്സ്, നമുക്ക് ഭക്ഷിക്കാനാകുന്ന രീതിയിലുള്ള വേരുകൾ, ഗ്രാസ്, ഗ്രെയിൻസ്, ധാന്യങ്ങൾ, ഫ്ലവേഴ്സ്, പൂക്കൾ, വാട്ടർ, എയർ, വാംത്ത് ആൻഡ് ലൈറ്റ്, ചൂടും വെളിച്ചവും എല്ലാം. ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ദൈവം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. Now, while we are the owners of this land, without a doubt the birds, beasts, reptiles and insects too have a right to these things just as we have. എന്താ പറഞ്ഞിരിക്കുന്നത്? എന്നാൽ നമ്മൾ ഈ ഭൂമിയുടെ അവകാശികളായിരിക്കുമ്പോൾ തന്നെ പക്ഷികൾക്കും ജന്തുക്കൾക്കും ഇഴജന്തുക്കൾക്കും പ്രാണികൾക്കും എല്ലാം നമുക്ക് ഈ ഭൂമിയിലുള്ളത് പോലെ തന്നെ അവകാശമുണ്ട്. ഓക്കെ, God has made them for all the creatures and we had better remember that occasionally. ദൈവം ഇതെല്ലാം എല്ലാ ജീവജാലങ്ങൾക്കും കൂടി ക്രിയേറ്റ് ചെയ്തതാണ്. അത് നാം ഇടയ്ക്കിടയ്ക്ക് ഓർക്കുന്നത് നല്ലതാണ്. ഒക്കേഷണലി, ഇടയ്ക്കിടയ്ക്കൊക്കെ ഓർക്കുന്നത് നല്ലതാണ് എന്നാണ് ബഷീർ പറയുന്നത്. ആർ യു സേയിങ് റാറ്റ്സ് ഹാവ് എ റൈറ്റ് as well? ബൈ ഹിയറിംഗ് ദിസ് ബഷീർസ് വൈഫ് ഗോട്ട് ആംഗ്രി ആൻഡ് ആസ്ക്ഡ്. ഇത് കേട്ട് ബഷീറിൻ്റെ ഭാര്യ ദേഷ്യത്തോടെ ചോദിക്കുകയാണ്, ആർ യു സേയിങ് റാറ്റ്സ് ഹാവ് എ റൈറ്റ് as well? മൈ വൈഫ് ആസ്ക്ഡ്. എലികൾക്കും ആ അവകാശമുണ്ടോ എന്നാണോ നിങ്ങൾ പറയുന്നത് എന്ന് ബഷീറിൻ്റെ വൈഫ് ചോദിച്ചു. They don't seem to think we humans have any. They go about as though the earth belongs to them, she said. എന്താ പറഞ്ഞിരിക്കുന്നത്? പക്ഷേ എലികൾക്ക് ആ വിചാരമില്ലല്ലോ. That is, she said that they go about as though the whole world or all earth is their own. പക്ഷേ എലികൾക്ക് ആ വിചാരമൊന്നും ഉള്ളതായിട്ട് തോന്നുന്നില്ല. അവ ഈ ഭൂമി മുഴുവൻ അവയുടെ സ്വന്തമാണെന്ന് കരുതിയാണല്ലോ പെരുമാറുന്നത് എന്നാണ് ബഷീറിൻ്റെ വൈഫ് പറയുന്നത്. അവരുടെ വിളകളെല്ലാം ഈ എലികളാണ് തിന്ന് നശിപ്പിക്കുന്നത്. അതാണ് ബഷീറിൻ്റെ വൈഫിന് ഈ എലികളോട് ഇത്ര ദേഷ്യം. ഓക്കെ, സോ വി ഗോ അറൗണ്ട് കില്ലിങ് ദം. ഹൗ സാഡ് ദാറ്റ് വി കിൽ റാറ്റ്സ് ടു ലെറ്റ് അവർ ഓൺ ലൈഫ് അൺഡിസ്റ്റർബ്ഡ്. അതുകൊണ്ട് നമ്മൾ അവയെ കൊല്ലണം അല്ലേ? നമ്മുടെ ജീവിതം തടസ്സമില്ലാതെ അൺഡിസ്റ്റർബ്ഡ് ആയിട്ട് മുന്നോട്ട് പോകാൻ എലികളെ കൊല്ലുന്നത് എന്ത് സങ്കടമാണ് എന്ന് ബഷീർ പറയുകയാണ്. ആൻഡ് ബഷീർ സെയ്സ്, what we need is a new scientific way of living, a new way that helps us to live without killing any living creature. Now Bashir is thinking about a new way of life or a life without killing any living creature. ജീവനുള്ള ഒന്നിനെയും കൊല്ലാതെ ഒരു ശാസ്ത്രീയമായ ജീവിത രീതിയെക്കുറിച്ചാണ് ബഷീർ ചിന്തിക്കുന്നത്. So Bashir is a good lover of nature and he loves all creatures around him in the world. അല്ലേ? ബഷീറിന് തൻ്റെ ചുറ്റുമുള്ള എല്ലാ ജീവികളോടും നല്ല സ്നേഹമാണ് അല്ലേ? അതാണ് നമുക്കിതിൽ നിന്നും മനസ്സിലാകുന്നത്. എനിവേ ഐ ഹാഡ് നോ ടേസ്റ്റ് ഫോർ കില്ലിങ് റാറ്റ്സ് ഓർ എനിത്തിങ് എൽസ്. ഈ ഭൂമിയിൽ നമുക്കുള്ളതുപോലെ അവകാശം എല്ലാ ജീവികൾക്കുമുണ്ട്. അതൊന്നും എന്നൊക്കെ പറഞ്ഞിട്ട് ആർക്കും മനസ്സിലാവുന്നില്ല. ഭാര്യയ്ക്ക് ഇന്നും തന്നെ മനസ്സിലാകുന്നില്ല.
Then at last he says, എന്തായാലും എന്നെ കൊണ്ട് എലികളെ കൊല്ലാൻ കഴിയില്ല, എലികളെ മാത്രമല്ല ഒരു ജീവികളെയും എന്നെ കൊണ്ട് കൊല്ലാൻ കഴിയില്ല എന്ന് ബഷീർ പറയുകയാണ്. While that was so, however, I had to do something soon about our coconuts. We needed them. They formed a part of our daily food. But what could I do? I wondered. സോ ഇത് കേട്ട് ബഷീറിൻ്റെ ഭാര്യ പറഞ്ഞു, ഓ ശരി, അങ്ങനെയെങ്കിൽ ഈ നാളികേരത്തിൻ്റെ തേങ്ങയുടെ കാര്യത്തിൽ ഞാൻ എന്തെങ്കിലും ചെയ്തോളാം. നമ്മുടെ വരുമാനത്തിൻ്റെ ഒരു പ്രധാന ഭാഗം അതാണല്ലോ. ബട്ട് വാട്ട് കുഡ് ഐ ഡു? ഐ വണ്ടേർഡ്. നാളികേരം വേണം താനും, എന്നാൽ ജീവികളെ കൊല്ലാനും വയ്യ, പിന്നെ ഞാൻ എന്ത് ചെയ്യും? ബഷീർ അങ്ങനെ ആലോചിച്ചിരുന്നു. While I was still wondering, my wife decided to take things into her own hands one day. She went shopping for 2 hours and bought many things. One was a large tin of rat poison. എന്താ പറഞ്ഞിരിക്കുന്നത്? എത്ര ആലോചിച്ചിട്ടും ബഷീറിന് ഒരു തീരുമാനം എടുക്കാനായില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയോ അവർ കാര്യങ്ങൾ സ്വയം ഏറ്റെടുത്തു. എന്താ അവർ ചെയ്തത്? ഷീ ബോട്ട് എ ലാർജ് ടിൻ ഓഫ് റാറ്റ് പോയിസൺ. അവരൊരു വലിയ ടിൻ എലിവിഷം വാങ്ങി. The poison was mixed with bananas, rice, tapioca and left everywhere in the compound. എന്നിട്ട് എന്ത് ചെയ്തു? പഴത്തിലും ചോറിലും മരച്ചീനിയിലും എല്ലാം വിഷം കലർത്തി കോമ്പൗണ്ടിൻ്റെ, അതായത് പറമ്പിൻ്റെ പല ഭാഗത്തായിട്ട് അവർ വെച്ചു. In 4 days, 5 hens, 12 squirrels, 200 rats and a cat disappeared. 4 ദിവസത്തിനകം എന്ത് സംഭവിച്ചു? 5 hens, 12 squirrels, 200 rats and a cat disappeared. 5 കോഴികളും 12ഓളം സ്ക്വിറൽസ് അണ്ണാന്മാരും അതുപോലെ 200ഓളം എലികളും ആൻഡ് എ ക്യാറ്റ് ഒരു പൂച്ചയും ഡിസപ്പിയർ ആയി. വാട്ട് ഹാപ്പൻ ടു ദം? എന്ത് സംഭവിച്ചു? യെസ്, ദേ ഡൈഡ്. അവ മരണപ്പെട്ടു, അവ ചത്തുപോയിരിക്കുന്നു. But the tender coconuts went on falling. Everyone now accused the owls. They pecked at the tender coconuts. A few months later, however, the real culprits were found out, the bats. എലികൾ ചത്തിട്ടും കരിക്കിങ്ങനെ കൊഴിഞ്ഞു വീഴാൻ തുടങ്ങി. അങ്ങനെ എല്ലാവരും ആ സമയത്ത് മൂങ്ങകളെ കുറ്റപ്പെടുത്തി. അവയാണ് ടെൻഡർ കോക്കനട്ട്സ് എല്ലാം കുത്തിയിടുന്നതെന്ന് പറഞ്ഞു. A few months later, however, the real culprits were found out, the bats. അങ്ങനെ എന്തായാലും കുറച്ച് മാസത്തിന് ശേഷം അവർ യഥാർത്ഥ കൾപ്രിറ്റ്സിനെ, അതായത് പ്രതികളെ അല്ലെങ്കിൽ കുറ്റവാളികളെ കണ്ടെത്തി. ഹൂ വെയർ ദം? അതായിരുന്നു, യെസ്, ബാറ്റ്സ്, വവ്വാലുകളായിരുന്നു ആ പ്രതികൾ. After the dusk, huge bats came in swarms and flew straight to the palms where the tender coconuts hung. Clinging to the outer coverings of the coconuts, they gnawed into them from the softest sides at the top. എന്താ പറഞ്ഞിരിക്കുന്നത്? സന്ധ്യയായി കഴിഞ്ഞാൽ വലിയ വവ്വാലുകൾ കൂട്ടമായിട്ട് തെങ്ങിൻ്റെ മുകളിലേക്ക് പറന്നു വരും. എന്നിട്ടോ തേങ്ങയുടെ മുകളിൽ തൂങ്ങിക്കിടന്ന് അതിൻ്റെ മുകൾ ഭാഗത്തുള്ള സോഫ്റ്റ് സൈഡ്സിലൊക്കെ കാർന്ന് തിന്നും, അല്ലെ സോഫ്റ്റ് സൈഡ്സൊക്കെ കാർന്ന് തിന്നും. വാട്ട് യു മീൻ ബൈ ഗ്നോ? the meaning is in the glossary. Check it out. Okay. To bite something hard so that it gradually disappear. എന്തെങ്കിലും ഒരു വസ്തു കാർന്നു തിന്നുക, അതിനാണ് നോ എന്ന് പറയുക. ഓക്കെ. When they had cut through the kernel within, they sucked out the sweet, nourishing water stored inside and flew away satisfied. What is kernel? The inner edible part of a nut, especially one of the hard shell is rounded. Okay. അതായത് കരിക്കിൻ്റെ ചിരട്ടയുടെ മുകളിലുള്ള മൃദുലമായ ഭാഗമില്ലേ, അതിനെയാണ് കേർണൽ എന്ന് പറയുന്നത്. ഓക്കെ. സോ വവ്വാലുകൾ തേങ്ങ തുരന്ന് അതിനകത്തെ മധുരമുള്ള നറിഷിംഗ് ആയിട്ടുള്ള വാട്ടർ, പോഷക സമൃദ്ധമായ വെള്ളം, അതായത് ഇളനീർ കുടിച്ച് സംതൃപ്തിയോടെ സാറ്റിസ്ഫൈഡ് ആയിട്ട് പറന്നകന്നു. ലെറ്റ്സ് ബൈ എ ഗൺ, സെറ്റ് മൈ വൈഫ്. വി ക്യാൻ ഷൂട്ട് ദ ബാറ്റ്സ്, ദ ഫോക്സസ് ആൻഡ് ദ പോൾകാറ്റ്സ് വിത്ത് ഇറ്റ്. സോ ബഷീർസ് വൈഫ് ടോൾഡ് ഹിം ടു ബൈ എ ഗൺ ടു ഷൂട്ട് ദ ബാറ്റ്സ്, ഫോക്സസ് എറ്റ്സെട്ര. നമുക്കൊരു തോക്ക് വാങ്ങാം എന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞു. അതുകൊണ്ട് നമുക്ക് വവ്വാലുകളെയും കുറുക്കന്മാരെയും പോൾകാറ്റ്സ് മീൻസ് വെരുക്. ഓക്കെ, ഇവയെല്ലാം വെടിവെച്ച് കൊല്ലാമല്ലോ എന്ന് അദ്ദേഹത്തിൻ്റെ വൈഫ് പറഞ്ഞു. നോട്ട് മീ, ഐ സെഡ്. ഗൺസ് ഷുഡ് നെവർ ഹാവ് ബീൻ ഇൻവെൻറ്റഡ്. സോ ബഷീർ വാസ് അഗൈൻസ്റ്റ് ഹിസ് വൈഫ്സ് ഒപ്പീനിയൻ. തോക്കുകൾ കണ്ടുപിടിക്കാനേ പാടില്ലായിരുന്നു എന്നാണ് ബഷീർ പറയുന്നത്. But alas, a few days later, my wife's cousin turned up with a grim-looking gun. He said, nearly 3,000 coconuts are destroyed every day. These bats are the pests. But there is no point in shooting bats down at this spot. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എൻ്റെ ഭാര്യയുടെ, അതായത് ബഷീറിൻ്റെ ഭാര്യയുടെ കസിൻ ഒരു തോക്കുമായി വന്നു.
എന്നിട്ട് അവൻ പറഞ്ഞു ഏകദേശം 3000ഓളം തേങ്ങകളാണ് ഓരോ ദിവസവും വവ്വാലുകൾ നശിപ്പിക്കുന്നത്. ബട്ട് ഇറ്റ് കാൺ ഷൂട്ട് ഫ്രം ഹിയർ. പക്ഷെ അതിനെ ഇവിടെ വെച്ച് അവയെ വെടിവെക്കാൻ കഴിയില്ല. ഓൺ എ ലിറ്റിൽ ഐലറ്റ് നിയർ ബൈ സ്റ്റാൻഡ്സ് ആൻ ഓൾഡ് ടെമ്പിൾ. നെക്സ്റ്റ് ടു ഇറ്റ് ഗ്രോ എ പെയർ ഓഫ് ബനിയൻ ട്രീസ്. You can see at least 3000 bats hanging on the twigs of the banyan trees. I am going to kill them all. So they found a suitable place to shoot that bat. Where was it? എവിടെയായിരുന്നു അത്? Yes, it's on a little islet. Islet means എന്താണ്? A small island. ചെറിയൊരു ദ്വീപ്. ഓക്കെ, അതിനെയാണ് ഐലറ്റ് എന്ന് പറയുക. There were 2 banyan trees near the temple in the island and there are many bats hanging on them. ആൻഡ് ഹീ ഈസ് ഗോയിങ് ടു കിൽ ദം ഓൾ. അവിടെ അടുത്ത് ഒരു ചെറിയ ദ്വീപ് ഉണ്ടായിരുന്നു, ഒരു ഐലാൻഡ് ഉണ്ടായിരുന്നു. അവിടെ അമ്പലത്തിനടുത്ത് 2 ആൽമരങ്ങളും ഉണ്ടായിരുന്നു. അവിടെ ധാരാളം ബാറ്റ്സ് അഥവാ വവ്വാലുകൾ കൂട്ടമായി തൂങ്ങിക്കിടക്കുകയും അതിനെല്ലാം വെടിവെച്ച് കൊല്ലുമെന്ന് അയാൾ അവിടെ പറയുകയുണ്ടായി, അല്ലെങ്കിൽ അയാൾ അവിടെ പറഞ്ഞു. ഓക്കെ, ട്വിക്സ് മീൻസ് എന്താണ്? ട്വിക്സ് നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു, ബ്രാഞ്ച്. ഓക്കെ, ട്വിക്സ് ശിഖരങ്ങൾ, അതുപോലെ തന്നെയാണ് ബ്രാഞ്ച്. ഓക്കെ, ട്വിക്സ് എന്ന് വെച്ചാൽ അർത്ഥം ബ്രാഞ്ച് എന്നാണ്. ഓക്കെ, ശിഖരം. I prayed fervently, "Oh bats, save your lives." So Bashir prayed fervently, that is passionately, വളരെ ഭക്തി നിർഭരമായി അദ്ദേഹം പ്രാർത്ഥിച്ചു. What did he pray? എന്താണ് അദ്ദേഹം പ്രാർത്ഥിച്ചത്? Yes, വവ്വാലുകളെ എങ്ങനെയെങ്കിലും നിങ്ങൾ സ്വയം രക്ഷപ്പെടൂ, അല്ലെങ്കിൽ സ്വയം രക്ഷിക്കൂ എന്ന് വവ്വാലുകളോട് അദ്ദേഹം പ്രാർത്ഥിച്ചു. So Bashir is a true lover of nature and the creatures around him. അല്ലേ? ഓക്കെ, അങ്ങനെ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു. Those bats were saved. എങ്ങനെയാന്ന് നോക്കിക്കേ. It was astonishing. It was a miracle. The bats were saved. So it was astonishing. It was surprising. And it was a miracle. അവർ രക്ഷപ്പെട്ടത് ഒരു അത്ഭുതം തന്നെയായിരുന്നു. How they escaped? എങ്ങനെയായിരുന്നു രക്ഷപ്പെട്ടത് നോക്കിക്കേ. My wife and her cousin came back in about 2 hours time looking really scared. My wife said, "We just managed to escape narrowly. There are some houses around the temple." ഏകദേശം 2 മണിക്കൂറിനകം തന്നെ തൻ്റെ ഭാര്യയും അവരുടെ കസിനും തിരിച്ചു വന്നു. അവർ വല്ലാതെ പേടിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞു, ഞങ്ങൾ തലനാടിലേക്കാണ് രക്ഷപ്പെട്ടത്. വാട്ട് വുഡ് ഹാവ് ഹാപ്പൻ ടു ദം? അവർക്ക് എന്താണ് സംഭവിച്ചിട്ടുണ്ടാകുക? നൗ ലിസൺ. There are some houses around the temple. When we arrived at the place, 100 people with weapons surrounded us within minutes. They looked menacing. If we shot at the bats, they said they would kill us. എന്താ പറഞ്ഞിരിക്കുന്നത്? അമ്പലത്തിനടുത്ത് താമസിച്ചിരുന്ന ആൾക്കാർ ആയുധങ്ങളുമായി അവരെ വളയുകയും വവ്വാലുകളെ വെടിവെച്ചാൽ അവരെ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. വാട്ട് യു മീൻ ബൈ menacing? It is in the glossary, check it out. Seeming likely to cause you harm or danger. അതായത് നിങ്ങളെ അപകടപ്പെടുത്തുകയോ ഉപദ്രവിക്കുകയോ ചെയ്യുമെന്ന രീതിയിൽ നിൽക്കുക. അതിനാണ് menacing എന്ന് പറയുന്നത്. ഓക്കെ, ഡു യു നോ വൈ? They believe that bats are the souls of their ancestors. എന്തിനാണ് അവർ വവ്വാലുകളെ സംരക്ഷിക്കാൻ ശ്രമിച്ചത്? അവർ വിശ്വസിച്ചിരുന്നത് വവ്വാലുകൾ അവരുടെ ആൻസിസ്റ്റേഴ്സ് ആയിരുന്നു, അല്ലെങ്കിൽ പൂർവികരുടെ ആത്മാക്കൾ. ആൻസിസ്റ്റേഴ്സിൻ്റെ സോൾസ്, അതായത് പൂർവികരുടെ ആത്മാക്കളായിരുന്നു എന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്. I took a decision, then I said firmly, bats are no ancestors of ours, but they are among God's countless creations. So what Bashir says? ഞാനൊരു തീരുമാനമെടുത്തു. ഞാൻ ഉറപ്പിച്ചു പറഞ്ഞു, ബാറ്റ്സ് നമ്മുടെ പൂർവികരുടെ ആത്മാക്കളൊന്നുമല്ല, ബട്ട് ദേ ആർ ഗോഡ്സ് ക്രിയേഷൻസ്. അവ ദൈവത്തിൻ്റെ എണ്ണിയാലൊടുങ്ങാത്ത സൃഷ്ടികളിലൊന്നാണ്. ലെറ്റ് ദ കോക്കനട്ട്സ് ബി ഡിസ്ട്രോയിഡ്, ദാറ്റ് ഡസൻറ്റ് മാറ്റർ. നാളികേരങ്ങളൊക്കെ നശിച്ചോട്ടെ, ദാറ്റ് ഡസൻറ്റ് മാറ്റർ, അത് കാര്യമാക്കണ്ട. ലെറ്റ് us ബി സാറ്റിസ്ഫൈഡ് വിത്ത് വാട്ട് ഈസ് ലെഫ്റ്റ് ആഫ്റ്റർ ദേ ഹാവ് ടേക്കൺ ദെയർ ഷെയർ. അവ എടുത്തതിനു ശേഷം ബാക്കിയുള്ളത് കൊണ്ട് നമുക്ക് സാറ്റിസ്ഫൈഡ് ആകാം, തൃപ്തിപ്പെടാം എന്നാണ് ബഷീർ പറയുന്നത്. ദേ certainly have a right to the coconuts. All living beings are the rightful inheritors of the earth. അവയ്ക്കും ഈ നാളികേരങ്ങളിലൊക്കെ അവകാശമുണ്ട്. They have also the rights. Now he concludes that all living beings here on earth have their own rights, just like human beings. They are the rightful inheritors of earth. നമുക്കുള്ളതുപോലെ തന്നെ എല്ലാ ജീവജാലങ്ങൾക്കും ഈ ഭൂമിയിൽ ഈക്വൽ റൈറ്റ്സ് ഉണ്ട്, തുല്യ അവകാശമുണ്ട്. അവയാണ് ഈ ഭൂമിയുടെ യഥാർത്ഥ അവകാശികൾ. ദേ ആർ ദ റൈറ്റ്ഫുൾ ഇൻഹെറിറ്റേഴ്സ് ഓഫ് ദ എർത്ത് എന്നാണ് ബഷീർ കൺക്ലൂഡ് ചെയ്തിരിക്കുന്നത്.
So, dear children, we have learned a beautiful short story by വൈക്കം മുഹമ്മദ് ബഷീർ. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ വളരെ മനോഹരമായ ഒരു ഷോർട്ട് സ്റ്റോറിയാണ് നമ്മളിപ്പോൾ പഠിച്ചത്. അപ്പോൾ all of you should learn the chapter very clearly. എല്ലാവരും നന്നായിട്ട് ഈ പാഠഭാഗം വായിച്ച് മനസ്സിലാക്കുക. ഓക്കെ, വീഡിയോ കാണുന്നതിൻ്റെ കൂടെ തന്നെ യു ഹാവ് ടു ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക് ആൻഡ് റീഡ് ഇറ്റ് ഔട്ട്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കും കൂടി വായിച്ച് മനസ്സിലാക്കണം. And you can mark the difficult words and you can check it in the glossary. Okay, difficult words മാർക്ക് ചെയ്ത് വെക്കുക, അത് നിങ്ങളുടെ ഗ്ലോസറിയിൽ നോക്കുക. ആൻഡ് യു ക്യാൻ ഓൾസോ ആഡ് ഇറ്റ് ഇൻ യുവർ ഡിക്ഷണറി. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഡിക്ഷണറി ഉണ്ട്, യു ക്യാൻ ആഡ് ഇറ്റ് ഇൻ ദാറ്റ് ഡിക്ഷണറി. ഓക്കെ, ആൻഡ് വൈൽ റീഡിങ് ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് യു ക്യാൻ ആസ്ക് മീ. ഓക്കെ, വായിക്കുന്നതിനിടയ്ക്ക് എന്തെങ്കിലും ഡൗട്ട്സ് വരുവാണെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. സോ താങ്ക് യു ഓൾ.